Hi friends, welcome to Ritika and Ashwath's Creative World. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു സ്മോൾ റെസിപ്പിയാണ്. അതാണ് പൊട്ടറ്റോ പക്കോട. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് 3 പൊട്ടറ്റോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പക്ഷെ ഞാനിവിടെ ക്രഷ് ആയിട്ടാണ് എടുത്തത്. 1 സ്പൂൺ അല്ല, ഞാൻ 1 സ്പൂണാണ് എടുക്കുന്നത്. അപ്പം 1 സ്പൂൺ ഉപ്പ്, അയമോദകം, മുളക് പൊടി, ടർമറിക് പൗഡർ, 3 ചില്ലി, ബേസിൻ പൗഡർ, എന്നിട്ട് LG കായം. ഇതൊക്കെയാണ് നമ്മൾക്ക് പൊട്ടറ്റോ പക്കോടയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പൊ നമുക്ക് അതിനുവേണ്ടി പൊട്ടറ്റോസ് ആദ്യം പീൽ ചെയ്യാം, എന്നിട്ട് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി പൊട്ടറ്റോ പക്കോടക്കുള്ള ബാറ്റർ നമ്മൾക്ക് ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ ബേസിൻ പൗഡറാണ് ഇടുന്നത്. ഇനി നമുക്കൊരു 5 സ്പൂണോളം ഇടാം. പിന്നെ കുറച്ച് മുളക് പൊടി ഇടാം. അപ്പോൾ ഞാൻ 1 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. നമുക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പിടാം. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിടാം, നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ. ഞാൻ ഇവിടെ 1/2 ആണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. പിന്നെ 3 ഗ്രീൻ ചില്ലി കട്ട് ചെയ്ത് വെച്ചത് നമ്മൾക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. പിന്നെ 1 സ്പൂൺ അയമോദകം കൂടെ നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാം. കുറച്ച് നമ്മൾക്കിനി ഒരു പിഞ്ച് കായപ്പൊടി ഇടാം. ഇതെല്ലാം ആദ്യം നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ചായിട്ട് വാട്ടർ ആഡ് ചെയ്യാം. നമുക്കിപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഫുൾ ഗ്ലാസ് വാട്ടറാണ് എടുത്തത്. ഇത് ഞാൻ ഫുൾ എടുത്തില്ല, അതിലും കുറച്ച്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങളുടെ ബാറ്റർ നല്ലപോലെ ലൂസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബേസിൻ പൗഡർ ആഡ് ചെയ്യും. ഓയിൽ ഇപ്പം നമ്മൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓയില്. ഇനി നമുക്ക് ഈ പൊട്ടാറ്റോസ് എടുത്ത് ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്യാം. ബാറ്ററിൽ ഇതുപോലെ ഡിപ്പ് ഇട്ട് ഓക്കെ. അപ്പം നമുക്ക് ഈ പൊട്ടാറ്റോസ് എടുത്ത് ഈ ബാറ്ററിനകത്തേക്ക് നല്ലോണം മുക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്യുന്നില്ല. ഇതിപ്പം ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കിത് തിരിച്ചിടാം. ഇതിപ്പോ മാറ്റി വെക്കാം. എന്നിട്ട് അതേപോലെ വേറെ പൊട്ടാറ്റോസും കൂടെ ഫ്രൈ ചെയ്യാം. പൊട്ടാറ്റോ പക്കോട റെഡിയായി. ഇത് നിങ്ങൾക്ക് പുതിന ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസിന്റെ കൂടെയോ നിങ്ങൾക്ക് കഴിക്കാം. നല്ല ചൂട് ചായന്റെ കൂടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് കഴിക്കാം. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളുടെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബിന്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ന്യൂ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ താങ്ക് യു. Have a nice day.